എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെയാണ് ലോകകപ്പിൽ ഇന്ത്യയുടെ അടുത്ത മത്സരം. അമേരിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. നാളെ രാത്രി 8 മണി മുതലാണ് ഈ മത്സരം ആരംഭിക്കുന്നത്. ഇപ്പോഴിതാ അമേരിക്കയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ മലയാളി താരം സഞ്ജു കളിച്ചിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് മാച്ചിൽ സഞ്ജുവിന്റെ ഒരു തീപ്പൊരി പ്രകടനമാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. സഞ്ജു ഇന്ന് ബൗളർമാരെ 4 സൈഡിലേക്കും സിക്സറുകളും ഫോറുകളും കൊണ്ട് അമ്മാനമാടി. ഇന്നത്തെ കളിയിലെ താരവും അത് സഞ്ജു തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് നടന്ന ഇന്റർ സ്ക്വാഡ് പ്രാക്ടീസ് മാച്ചിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച് പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്താണ് ഇന്ത്യ. ആദ്യത്തെ വിജയം അയർലൻഡിനെതിരെയും 2-ാം വിജയം പാകിസ്ഥാനെതിരെയും ആണ് ഇന്ത്യ നേടിയത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയ്ക്ക് വെല്ലുവിളി ആയിരിക്കുന്നത് അമേരിക്കയ്ക്കെതിരെയുള്ള മത്സരമാണ്. അമേരിക്ക ഇത്തവണ മികച്ച കളിയാണ് പുറത്തെടുക്കുന്നത്. 2 മത്സരത്തിൽ നിന്നും അവരും രണ്ടും വിജയിച്ചാണ് മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തീപാറം പോരാട്ടം ആയിരിക്കും നമുക്ക് നാളെ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, അവർക്ക് ഹോം അഡ്വാൻറ്റേജുമുണ്ട്. വമ്പന്മാരായ പാകിസ്ഥാനെ തോൽപ്പിച്ചതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യക്കെതിരെ കളത്തിൽ ഇറങ്ങുന്നത്. പക്ഷേ പാകിസ്ഥാനെതിരെ കളിച്ച പോലെ ആയിരിക്കില്ല ഇന്ത്യക്കെതിരെ. മികച്ച പ്ലേയേഴ്സ് ആണ് ഇന്ത്യൻ ടീമിൽ ഉള്ളത്. എന്നാൽ ഇന്ത്യക്ക് തലവേദനയാകുന്നത് ശിവം ദുബെയുടെ മോശം ഫോമാണ്. താരത്തിന് വേൾഡ് കപ്പിൽ യാതൊന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. നാളെ അമേരിക്കയ്ക്കെതിരെ ദുബെയ്ക്ക് പകരം സഞ്ജുവിനെ ഇറക്കുമെന്ന റിപ്പോർട്ട് ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാരണം ഇന്ന് നടന്ന ഇന്റർ സ്ക്വാഡ് പ്രാക്ടീസ് മാച്ചിൽ ഇന്ത്യക്ക് വേണ്ടി വെടിക്കെട്ട് പ്രകടനമാണ് സഞ്ജു പുറത്തെടുത്തത്. വെറും 38 ബോളിൽ സഞ്ജു തന്റെ ആദ്യ സെഞ്ചുറി കുറിച്ചു. സഞ്ജുവിന്റെ ഇന്നത്തെ അടി കണ്ട് അമേരിക്കൻ താരങ്ങളെല്ലാം ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. 4-ാം നമ്പറിൽ ആണ് സഞ്ജു ഇന്ന് കളിച്ചത്. അതുപോലെ ഓപ്പണിംഗിൽ ഇറങ്ങിയ കോഹ്ലിയും ഇന്ന് മിന്നിത്തിളങ്ങി. മൊത്തത്തിൽ ഇന്ത്യയുടെ ഒരു വെടിക്കെട്ട് പ്രകടനത്തിനാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിച്ചത്. ഈയൊരു ഫോം ഇന്ത്യക്ക് നാളെയും തുടരാൻ സാധിച്ചാൽ അമേരിക്കയെ ഇന്ത്യ നാണം കെടുത്തും എന്നത് ഉറപ്പാണ്. ഓപ്പണിംഗിൽ രോഹിത്തിനൊപ്പം കോഹ്ലി തന്നെയാണ് ഇന്നും കളിച്ചിട്ടുണ്ടായിരുന്നത്. 3-ാം നമ്പറിൽ പന്ത് ഇറങ്ങിയപ്പോൾ 4-ാം നമ്പറിലാണ് മലയാളി താരം സഞ്ജു സാംസൺ ഇറങ്ങിയത്. പക്ഷേ പാകിസ്ഥാനോട് ഇന്ത്യ കഷ്ടിച്ചാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരെ ഇന്ത്യ നോക്കി കളിച്ചില്ലെങ്കിൽ പണികിട്ടും എന്നത് ഉറപ്പാണ്. ബൗളിംഗിൽ ബുംറയും അർഷദീപും ഉള്ളതാണ് ഇന്ത്യക്ക് ഏക ആശ്വാസം. വേൾഡ് കപ്പിൽ ഇത് ആദ്യമായിട്ടാണ് അമേരിക്കയും ഇന്ത്യയും നേർക്കുനേർ വരുന്നത്. സഞ്ജു ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇനി പേടിക്കാനില്ല. നാളത്തെ മത്സരത്തിലും ഇന്ത്യയുടെ തുറുപ്പുചീട്ട് അത് സഞ്ജു തന്നെയാണ്. മധ്യനിരയിൽ മികച്ച ഒരു പ്രകടനം നാളെ സഞ്ജു പുറത്തെടുക്കും എന്ന് പ്രതീക്ഷയിലാണ് മലയാളി ആരാധകർ. അപ്പോൾ നാളെ അമേരിക്കയ്ക്കെതിരെ ഇന്ത്യ റെക്കോർഡ് വിജയം സ്വന്തമാക്കുമോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.